കോൺഗ്രസ് എംഎൽഎയുടെ പിന്തുണയോടെ ഉദ്യോഗസ്ഥരും കരാറുകാരും അഴിമതിയും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും നടത്തുന്നു എന്നാരോപിച്ച് ബിജെപി മാഹി മണ്ഡലം കമ്മിറ്റി പന്തക്കൽ ജംഗ്ഷൻ ഉപരോധിച്ചു. വർഷങ്ങളായി കോൺഗ്രസ് ഭരണകാലത്ത് നടക്കാതിരുന്ന മയ്യഴിയിലെ റോഡ് വികസനം എൻഡിഎ ഭരണകാലത്ത് നടക്കുന്നത് കണ്ട് അസൂയ പൂണ്ട കോൺഗ്രസിന്റെയും സ്ഥലം എംഎൽഎയുടെയും രാഷ്ട്രീയ ലാക്കോടെ പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെയും വികസന വിരുദ്ധ നയങ്ങളും അഴിമതിയും ജനദ്രോഹവും ചോദ്യം ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടി മാഹി മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പന്തക്കൽ ജംഗ്ഷനിൽ ശക്തമായ റോഡ് ഉപരോധവും പ്രതിഷേധ പ്രകടനവും നടത്തി. 10 വർഷത്തിലേറെയായി മാഹി മേഖലയിൽ ടാറിംഗ് പോലും നടത്താൻ കഴിയാതെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ കോൺഗ്രസ് ഇന്ന് എല്ലാ വികസനവും തങ്ങളാണ് നടത്തിയതെന്ന് അവകാശപ്പെടുന്നതെന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തുറന്ന കള്ളപ്രചരണമാണെന്ന് ബിജെപി ആരോപിച്ചു. പോണ്ടിച്ചേരിയിൽ എൻഡിഎ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് മാഹിയിലെ റോഡുകളുടെ ദയനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര നബാർഡ് ഫണ്ടിൽ നിന്നുൾപ്പെടെ വൻതോതിൽ ധനസഹായം അനുവദിച്ചതെന്നും പോണ്ടിച്ചേരിയിലെ ബിജെപി നോമിനേറ്റ് എംഎൽഎമാരുടെ ഇടപെടലിലൂടെ മാഹി PWD വകുപ്പിനും മുനിസിപ്പാലിറ്റിക്കും നിരവധി വികസന ഫണ്ടുകൾ ലഭ്യമാക്കിയതായും നേതാക്കൾ വ്യക്തമാക്കി. എന്നാൽ ഈ വികസന പ്രവർത്തനങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് തിരിച്ചറിഞ്ഞ മാഹിയിലെ കോൺഗ്രസ് എംഎൽഎയും ചില അഴിമതിക്കാരായ കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് റോഡ് നിർമ്മാണങ്ങൾ ബോധപൂർവം അട്ടിമറിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. നിലവാരമില്ലാത്ത ടാറിംഗ് നടത്തി പൊതുമുതൽ കൊള്ളയടിക്കുന്നതിന്റെ ഫലമായി ടാറിംഗ് ചെയ്ത് 6 മാസം പോലും കഴിയാത്ത റോഡുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ ഒളിച്ചോടുന്ന നിലപാടാണ് മാഹി എംഎൽഎ സ്വീകരിക്കുന്നതെന്ന് ബിജെപി ആരോപിച്ചു. റോഡുകളുടെ ദയനീയാവസ്ഥയെക്കുറിച്ച് പലതവണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് കോൺഗ്രസ് ഉദ്യോഗസ്ഥ കോൺട്രാക്ടർ കൂട്ടുകെട്ടിന്റെ വ്യക്തമായ തെളിവാണെന്നും നേതാക്കൾ പറഞ്ഞു. പുതുതായി ടാറിംഗ് ചെയ്ത റോഡുകൾ ആഴ്ചകൾക്കുള്ളിൽ തകർന്നതോടെ ദുരിതത്തിലായ നാട്ടുകാർ പരിഹാരം ആവശ്യപ്പെട്ട് സ്ഥലം എംഎൽഎയെ സമീപിച്ചെങ്കിലും എംഎൽഎ ജനങ്ങളുടെ പരാതികൾക്ക് ചെവി കൊടുക്കാതെ ബന്ധപ്പെട്ട കരാറുകാരനുമായി ഒത്തുചേർന്ന് പ്രശ്നം മൂടിവെക്കാനാണ് ശ്രമിച്ചതെന്ന് ബിജെപി കുറ്റപ്പെടുത്തി. നബാർഡ് ഫണ്ടിന്റെ കീഴിൽ നടന്ന 9 റോഡ് പണികളിൽ മുഴുവൻ റോഡുകളുടെയും അവസ്ഥ കോൺട്രാക്ടർമാരും PWDക്കാരും തമ്മിൽ ഒത്തുകളിയുടെ അടിസ്ഥാനത്തിൽ വളരെ ശോചനീയമായ രീതിയിലാണ്. ഒരു പ്രാവശ്യം ചെയ്ത റോഡ് തന്നെ വീണ്ടും ടാർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. ഈ കഴിഞ്ഞ 6 മാസം മുമ്പേ നമ്മുടെ ദേവത്താർകോട്ട മുൻഭാഗത്തുള്ള റോഡിൻ്റെ പണി ഒരു പ്രാവശ്യം നടന്നതാണ്. വ്യാപകമായ പ്രശ്നങ്ങളുണ്ടായി, ജനരോഷമുണ്ടായി, ജനങ്ങളിൽ നിന്ന് വമ്പൻ വലിയ രീതിയിൽ എതിർപ്പുണ്ടായി. 3 ദിവസം മാത്രമാണ് ആ സമയത്ത് ചെയ്ത റോഡുകൾ നിലനിന്നത്. 3 ദിവസം കൊണ്ട് തന്നെ ആ റോഡ് മുഴുവൻ പൊട്ടിപ്പൊളഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടുത്തെ മാഹിയിലെ പ്രത്യേകിച്ച് തന്നെ ഈ റോഡിൻ്റെ പണിയുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. 12 വർഷം കോൺഗ്രസ് 18 വർഷത്തോളം കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് നടക്കാതിരുന്ന റോഡുകളാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് പോണ്ടിച്ചേരിയിൽ അധികാരത്തിൽ വന്നതോടുകൂടിയിട്ട് സാഫല്യമായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷയും സൗകര്യവും അവഗണിച്ച് അഴിമതി സംരക്ഷിക്കുകയാണ് എംഎൽഎയുടെ ഏക ലക്ഷ്യമെന്നും നേതാക്കൾ ആരോപിച്ചു. ബിജെപി മാഹി മണ്ഡലം കമ്മിറ്റിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് മാത്രമാണ് റീടാറിംഗ് നടത്തുന്നതിനുള്ള അനുമതി ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും ഉറപ്പാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഈ സത്യം ജനങ്ങളിലേക്ക് എത്തുന്നത് തടയാൻ വിളറിപ്പൂണ്ട കോൺഗ്രസ് നേതൃത്വം റീടാറിംഗ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ബിജെപി പറഞ്ഞു. സമീപകാലത്ത് ടാറിംഗ് നടത്തിയ പന്തക്കൽ നാഗത്താൻകോട്ട റോഡ് അശാസ്ത്രീയ നിർമ്മാണവും കള്ളപ്പണിയും മൂലം വീണ്ടും റീടാറിംഗ് ചെയ്യേണ്ടി വന്നത് കോൺഗ്രസിന്റെ വികസന വിരുദ്ധതയുടെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണെന്ന് ബിജെപി വിമർശിച്ചു. റീടാറിംഗ് നടത്തിയിട്ടും അതിലും മോശമായ നിലവാരത്തിലുള്ള പ്രവൃത്തിയാണ് നടന്നത്. തുടർന്ന് പ്രദേശവാസികൾ റോഡ് പണി തടയുകയും ബിജെപി മാഹി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർത്തുകയുമായിരുന്നു. പന്തക്കൽ ജംഗ്ഷനിൽ നടന്ന ഉപരോധത്തിൽ ബിജെപി മാഹി മണ്ഡലം പ്രസിഡന്റ് പ്രബീഷ് കുമാർ മാഹിയിലെ റോഡുകൾ കോൺഗ്രസ് അഴിമതിയുടെ ഇരയാക്കുകയാണെന്നും എംഎൽഎയുടെ ഗുരുതര വീഴ്ചകളും ജനവിരുദ്ധ നിലപാടുകളും തുറന്നുകാട്ടി ശക്തമായി പ്രതിഷേധിച്ചു. പ്രതിഷേധ പരിപാടിയിൽ പോണ്ടിച്ചേരി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം അങ്കവളപ്പിൽ ദിനേശൻ, മക്കിനീഷ് മഠം, ലദീപ് ഇടയിൽ പിടിക, ഷാജിമ ചെമ്പ്ര, രജിത ചെമ്പ്ര, ഷനില പള്ളൂർ, VK രാംദാസ്, ദിനേശൻ പന്തക്കൽ, മിഥുൻ കൊറോൾ, രാജേഷ് KP, സുധാകരൻ പന്തക്കൽ, കാവിൽ രാജൻ, ബിജിൻ പന്തക്കൽ, മഹേഷ് കാട്ടുകുന്നത്ത് എന്നിവർ പങ്കെടുത്തു.